ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉമ്മായും വാപ്പായും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹപൂർവ്വം പാത്തു. ഇതാണ് ഞാൻ ഈ ലെറ്റർ എഴുതിയേക്കുന്നത്. പക്ഷേ ഈ ലെറ്റർ എന്നാണ് എക്സാക്റ്റ് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഹായ്, പാത്തു ആണേ. ഇവിടെ വീട്ടിൽ റെനോവേഷൻ നടക്കുവാണേ. അതാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഈ വീട്ടിൽ കുറച്ചെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം ഇപ്പോഴും ഇതാണ്. അങ്ങനെ വീട് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയേ. നോക്ക്, ഒരു ലെറ്ററാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ടൈമിൽ മഹാകുംഭമേള നടക്കുന്ന ടൈമിൽ ട്രിപ്പ് പോകാൻ നേരത്ത് വീട്ടിൽ എഴുതി വെച്ചിട്ട് പോയ കത്താണ്. അപ്പോഴും ഞാൻ ഇത് ഒരുപാട് വട്ടം ഞാൻ പോയിട്ട് വന്നിട്ട് ഉമ്മ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഞാൻ എഴുതുന്ന ലെറ്റർ എവിടെയെന്ന്. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറയാം, അത് കളഞ്ഞു, അത് കത്തിച്ച് കളഞ്ഞു, അത് കീറി കളഞ്ഞു, നിനക്കിനി എന്തിനാ അത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ലെറ്റർ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു ക്രൈസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ വീടെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് എനിക്ക് ഈ ലെറ്റർ കിട്ടി. അങ്ങനെ ഞാനിത് വായിച്ചു തരാം. പ്രിയപ്പെട്ട ഉമ്മായും വാപ്പായും അറിയുന്നതിന് ഞാനൊരു യാത്ര പോകുന്നു ഡൽഹിയിലോട്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എന്നെ വിടില്ല എന്ന് എനിക്കറിയാം. അതാണ് ഈ കത്തെഴുതുന്നത്. എനിക്കും എല്ലാ സ്ഥലങ്ങളും കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. അതാണ് ഞാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നത്. ഒരു 10 ദിവസത്തെ യാത്ര. ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉമ്മായും വാപ്പായും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹപൂർവ്വം പാത്തു. ഇതാണ് ഞാൻ ഈ ലെറ്റർ എഴുതിയേക്കുന്നത്. പക്ഷേ ഈ ലെറ്റർ എന്നാണ് എക്സാക്റ്റ് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പഴയ ഫോണിലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ യൂസ് ചെയ്ത ഫോൺ ഇതാണ്. കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഞാൻ ഈ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫോണിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്നാണ് ഞാൻ ഈ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ വർഷം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഫെബ്രുവരി 13, 2025 രാത്രി 8:10 ഈ ലെറ്റർ ഞാൻ എഴുതുന്നത്. 8:10 ഈ ലെറ്റർ ഞാൻ ഇവിടെ എഴുതുന്നത്. എന്നിട്ട് ഫെബ്രുവരി 14 ഞാൻ പോവുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ശരിക്കും ഗേൾസിന് യാത്ര ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറയും ഉണ്ട് എന്ന്. കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ആ ഒരു ജേണി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു, പക്ഷേ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അങ്ങനെ നല്ല ടഫാണ് ഗൈസ്. അപ്പോൾ കത്തെഴുതി പോയ യാത്രയുടെ അടുത്ത വിശേഷം അടുത്ത പാട്ടിൽ. ഓക്കെ, ബൈ.